ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണിത്. അറേബ്യയിലെ ഗോത്രങ്ങളെല്ലാം ഹാഷിമിനോട് സഹകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാഫില സുരക്ഷിതമായി സഞ്ചരിക്കുന്നു. ഹാഷിം തന്റെ കാഫിലയുമായി ഷ്യാമിലേക്ക് പുറപ്പെട്ടു. ദീർഘമായ യാത്രക്കിടയിൽ മരുപ്പച്ചകളിൽ അവർ വിശ്രമിച്ചു. എന്താണ് മരുപ്പച്ച? മരുഭൂമിയിലെ ആൾപ്പാർപ്പുള്ള പ്രദേശം. അവിടെ ഈത്തപ്പന മരങ്ങൾ കാണും, കിണറും വെള്ളവും ഉണ്ടാകും, സസ്യങ്ങളും പുല്ലുകളും മുളയ്ക്കും. കാഫിലക്കാർ മരുപ്പച്ചയിൽ വിശ്രമിക്കും. തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കും. ഒട്ടകങ്ങൾക്കുള്ള വെള്ളവും ഭക്ഷണവും നൽകും. ക്ഷീണം മാറ്റി വീണ്ടും യാത്ര തുടരും. ഒരു മരുപ്പച്ച വിട്ടാൽ മറ്റൊരു മരുപ്പച്ച എത്താൻ ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. ദീർഘയാത്രയ്ക്ക് ശേഷം ഹാഷിമും സംഘവും ഷ്യാമിലെത്തി. അവിടുത്തെ ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു. പലവിധ നാട്ടിൽ നിന്നുള്ളവർ സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. വില പറയിൽ, വിലപേശൽ, വില ഉറപ്പിക്കൽ, അങ്ങനെ കച്ചവടം വളരെ സജീവം. കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ അവർ വിറ്റു തീർന്നു. മക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ അവർ വാങ്ങി. മടക്കയാത്രയും ആരംഭിച്ചു. മക്കയിലേക്കുള്ള യാത്രയിൽ അവർ യസ്രീബിലെത്തി. നിങ്ങൾ യസ്രീബ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കേട്ടു കാണില്ല. മക്ക മദീന എന്നൊക്കെ കേട്ടിരിക്കും. മദീനയുടെ പഴയ പേരാണ് യസ്രീബ്. ഹാഷിമും സംഘവും കുറച്ചു ദിവസം അവിടെ വിശ്രമിക്കാമെന്ന് കരുതി. ഒഴിവ് സമയത്ത് യസ്രീബിലെ മാർക്കറ്റിൽ അവർ ചുറ്റി നടന്നു. കച്ചവടം അങ്ങനെ പൊടിപൊടിക്കുന്നു. അവർ ഒരു സ്ത്രീയെ കണ്ടു. മിടുമിടുക്കിയായ ഒരു കച്ചവടക്കാരി. കച്ചവടത്തിലുള്ള അവളുടെ മിടുക്ക്